സാധാരണ ഉള്ളിൽ കയറി കൊട്ടാനും മുട്ടാനും കൊണ്ടുവന്ന വടികളൊക്കെ തച്ചു തകർത്തു. നേരെ അതാ പുറപ്പെടുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് അവിടെ എത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നു. എതിരാളികൾ പോലും കറാമത്ത് അംഗീകരിച്ച വലിയ വ്യക്തിത്വമാണല്ലോ ഉമർ ഖാദി റഹിമഹുല്ലാഹ്. കേരളത്തിൽ ഇസ്ലാം മതം വന്നത് യമനിൽ നിന്ന് വന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയായ മഖ്ദൂമികൾ വഴിയാണ്. സ്വഹാബത്തും കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന ചരിത്രം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരിലൂടെയാ കൂടുതലും ഇവിടെ മഖ്ദൂമികൾ പൊന്നാനിയിലൊക്കെ കിടക്കുന്നില്ലേ, അവര് മുഖേനയാ ഇവിടെ ഇസ്ലാം വന്നത്. 14 നൂറ്റാണ്ടുകളായി ഇവിടെ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഇസ്ലാം മതത്തെ മുറുകെ പിടിക്കണം. അതല്ലാത്ത അള്ളാഹ്ക്ക് കയ്യുണ്ട് കാലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തൊന്ന് ചൊല്ലിക്കോ. അബൂബക്കർ സിദ്ദീഖ് കണ്ടിട്ടുണ്ട് ഒരു കണ്ണുകൊണ്ട്. അതേ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ റസൂലിനെ അബൂജഹലും കണ്ടിട്ടുണ്ട്. രണ്ടും 2 കണ്ണുകൊണ്ടാണ് കണ്ടത്. നാം അബൂബക്കർ സിദ്ദീഖ് കണ്ട കണ്ണുകൊണ്ട് കാണണം, അപ്പൊ മുഅ്മിനീങ്ങളാകും. അബൂജഹലിന്റെ കണ്ണുകൊണ്ട് കണ്ടാലോ വല്ലാത്ത കാഴ്ചയായിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ വാദങ്ങളിലേക്കൊന്നും പോകരുത്. പോയതാണ് നമ്മുടെ വിമോചനത്തിന്റെ പ്രശ്നം. അപ്പൊ ഇന്നമാന ബശറുൻ മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. ഒരാൾ പണ്ട് പത്രം വായിച്ചപ്പോ പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് ആരോ പണം അയച്ചു. അപ്പൊ വേറൊരു ഹമുക്ക് വന്നിട്ട് പറഞ്ഞു എടാ അങ്ങനെയല്ല വായിക്കട്ടെ. പിന്നെ എന്താ ഇത് അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് ആരോ പണം അയച്ചത്. അവൻ വായിച്ചു ഇന്ദിരാഗാന്ധിക്ക് ആരോപണം അയച്ചു. വ്യത്യാസം കണ്ടോ? ഇന്ദിരാഗാന്ധിക്ക് ആരോപണം അയച്ചു. മറ്റവൻ വായിച്ചു ആരോ ഒന്ന് ചെറുങ്ങനെ നിർത്തിയുള്ളൂ, പണം അയച്ചു. എത്ര വ്യത്യാസ! ഇതേപോലെ ഖുർആൻ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ബുഖാരിയിലില്ലേ, ഇത് മുസ്ലിമിലില്ലേ? ഒന്ന് നിർത്തിയപ്പോ എത്ര വ്യത്യാസം! ഒരു ശബ്ദം ഒന്ന് മാറ്റി നോക്കിയ നിങ്ങൾ കിതാബില്. ആനപ്പുറത്തു കയറി. ആ ശബ്ദം മാറ്റിയാലോ ആന പുറത്തു കയറി. എത്ര വ്യത്യാസം! ആനപ്പുറത്തു കയറി. ശബ്ദ് പോയപ്പോ ആന പുറത്തു കയറി. ഇത് മലയാളത്തിലല്ലേ? ഇതേപോലെ ഒന്ന് നിർത്തി വായിച്ചാൽ അർത്ഥം മാറും, ഒരു ശബ്ദം കൂട്ടിയാൽ ഒരുപാട് അർത്ഥം മാറും. അതുകൊണ്ട് ആയത്തു ഹദീസും അല്ലേ ഓതണ മുസ്ലിയാരെ? എന്താ ആയത്തു ഹദീസു എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ കുറെ കൗമ് വരുമെന്ന്? ചെറുപ്പക്കാരെ, നിങ്ങൾ ആയത്തു ഹദീസും ഒന്നും പഠിക്കണ്ട. ഇന്നലെ വരെ 20 റക്അത്തല്ലേ 5 വഖത്തല്ലേ നിസ്കരിച്ചത്? ആണോ? ഇന്നലെ വരെ 5 വഖത്തല്ലേ നിസ്കരിച്ചത് ഒരു ദിവസം. നാളെ ഒരുത്തം വന്നിട്ട് 4 മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ആയത്തു ഹദീസ് ഒന്നും വേണ്ട, ബുദ്ധി പറ. നാളെ ഒരുത്തം വന്നിട്ട് പറയാം 4 വഖത്ത് മതി. പറ്റൂല. എന്തേ കാരണം? ഞങ്ങൾ ഇന്നലെ വരെ 5 നിസ്കരിച്ചു. ഓക്കെ, ഇന്നലെ വരെ 5 നിസ്കരിച്ചു, അത് തന്നെ തെളിവ്. അല്ലാതെ ഖുർആനും ആയത്തു ഹദീസും ഈ സാധുക്കൾക്ക് പലർക്കും തിരിയില്ലല്ലോ. ഒരാൾ വന്നിട്ട് പറഞ്ഞു റമദാനിൽ 30 ഇല്ല, നോമ്പ് തെറ്റാ, 25 ഉള്ളൂ. പോടാ നമുക്ക്. നമ്മുടെ വാപ്പാടെ കാക്കക്കാരന്മാരുടെ കാലം മുതൽ 30 നമ്മൾ നോമ്പ് പിടിച്ചത്. അല്ലാതെ ആയത്തു ഹദീസൊന്നും അവനോദാൻ അറിയില്ല. അൽ ബഖറയുടെ സൂറത്തൊന്നും അവനോദാൻ അറിയോ? അപ്പൊ ചെയ്തു വന്നത് അതാണ് പ്രമാണം എങ്കിൽ ഇന്നലെ വരെ ചെയ്തു വന്നത് എന്താ ഇപ്പൊ മാറ്റി പറയുന്നത്? അത് തന്നെ മതിയല്ലോ തെളിവ്. എത്ര കാലമായിടോ മാലയും മൗലൂദും ഒക്കെ ഓതാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഇതൊക്കെ ഓതാൻ തുടങ്ങിയിട്ട്? ഒക്കെ ഷിർക്കാ ആണോ? അതൊന്നും ഒരു ഷിർക്കുമല്ല. ഷിർക്കെന്ന് പറഞ്ഞാൽ എന്താ? അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പരത്തി പറയേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും നിങ്ങൾ ബേജാറാവണ്ട. അതൊന്നും ഒരു ഷിർക്കുമല്ല. ഗൗസുൽ ആദമിന്റെ ആശയങ്ങള് മുഹീദ്ദീൻ മാല അതൊക്കെ പറഞ്ഞ കറാമത്തുകളുണ്ട്. ഒരു കാലം നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, പിന്നെ ഒരു കാലം നിന്നിട്ട് ഒരു ഖത്തം തീർക്കാൻ പോലെ ഗൗസുൽ ആദം. കള്ളത്തരം. കേൾക്കുമ്പോ സുഖല്ലേ? വിമർശിക്കാൻ നല്ല സുഖ, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്. എടാ നമുക്ക് ഒരു കാലം നിന്നിട്ട് ഈ കൊക്ക്, നിങ്ങളുടെ നാട്ടിൽ കൊക്കെന്നല്ല പറയുന്നത്, എന്താ പറയുന്നത്? എന്നത്? എടാ കൊക്കിനെന്താ പറയുന്നത്? കൊക്കനോ? അല്ല, കൊച്ചിന്നെന്തോ പറയും. അത് മലബാറാന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ, സംഭവം മനസ്സിലായില്ലേ? അതിങ്ങനെ ഈ വയലിന് മീൻ പിടിക്കാൻ നിൽക്കുമ്പോ കാലൊന്ന് പൊക്കി വെക്കും. ഇതേപോലെ ഗൗസുൽ ആദം ഇങ്ങനെ കാലും പൊക്കി വെച്ച് ഒരു ഖത്തം തീർത്തുന്ന പഠിക്കണം. അവിടെ പഠിക്കണം. ഗൗസുൽ ആദം ഒരു യാത്ര ചെയ്യുന്ന സമയം 15 കൊല്ലക്കാലം നിരന്തര യാത്രയായിരുന്നു. ചരിത്രമാ ഗൗസുൽ ആദമിന്റെ. അപ്പൊ ഈ യാത്ര ചെയ്യുന്ന സമയം ഖത്തം തീർത്തിരുന്നു. അല്ലെ മുസ്ലിയാരെ? യാത്ര ചെയ്യുമ്പോ ഒറ്റക്കാലയിലാണോ? പിന്നല്ലേ, 2 കാലം കൂടി ആയാൽ നിന്നുപോകും. നടക്കുമ്പോ ഒക്കെ ഒറ്റക്കാലേ ഉള്ളൂ. ഒന്ന് നടന്നു നോക്കിക്കേ, 2 കാലില്ല.
ഒരു കാല് വെച്ച് മറ്റേ കാല് വെക്കുന്നതിന് മുമ്പ് അടുത്തത് പൊക്കി. ഒറ്റ കാലേ ഉള്ളൂ സംഭവം നടക്കുമ്പോ. ഇന്നത്തെ പോലെ പ്ലെയിനും വണ്ടിയൊന്നുമില്ല യാത്ര ചെയ്യാൻ. 15 കൊല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മളാണെങ്കിൽ സീരിയലിന്റെ കഥ പറയും. സഹോദരിമാർക്കൊന്നും ചിലപ്പോൾ ഉറക്കം വരുന്നില്ല എന്നാ പറയുന്നത് സീരിയലിന്റെ കഥ ഓർത്തിട്ട്.